ഇന്നത്തെ തിരുവരങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾക്ക് ബൈബിൾ പഠിക്കാൻ ഇഷ്ടമാണോ? നമ്മൾ ഇന്ന് പഠിക്കുന്ന ഭാഗം സാമുവേൽ പ്രവാചകന്റെ പുസ്തകം. പഴയ നിയമത്തിൽ സാമുവേൽ പ്രവാചകന്റെ പുസ്തകം 2 പുസ്തകമുണ്ട്. 1 സാമുവേൽ, 2 സാമുവേൽ. അത് 1 സാമുവേൽ 15-ാമത്തെ അധ്യായത്തിൽ സാവൂൾ രാജാവ് കൽപ്പന ലംഘിക്കുന്ന കാര്യമാണ് എഴുതിയിരിക്കുന്നത്. നമുക്കിന്ന് അതാണ് പഠിക്കുന്നത്. സാവൂൾ രാജാവിനെ ദൈവമാണ് രാജ്യത്വത്തിലേക്ക് ഉയർത്തിയത്. പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ സാവൂൾ രാജാവ് ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കാതെ വന്നു. അപ്പോൾ സാവൂൾ രാജാവിനെ ശിക്ഷിക്കുന്ന കാര്യം, കൽപ്പന ലംഘിച്ച് കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ ശിക്ഷ ഉണ്ടായ കാര്യമാണ് അതിനകത്ത് വിവരിക്കുന്നത്. നിങ്ങൾക്ക് കഥ കേൾക്കാൻ ഇഷ്ടമാണോ? ബൈബിൾ പഠിക്കാൻ ഇഷ്ടമാണോ? അതെ, നമുക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. നല്ല ദൈവമേ, ബൈബിള് പഠിക്കുവാനായിട്ട് ആഗ്രഹിച്ച് അങ്ങയുടെ സന്നിധിയിൽ വന്നിരിക്കുന്ന ഈ മക്കളെ തിരുമുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, സാമുവേൽ പ്രവാചകൻ്റെ പുസ്തകം പഠിക്കുമ്പോൾ ദൈവത്തെ അനുസരിച്ച് ജീവിക്കേണ്ടത് എങ്ങനെയെന്നും ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കേണ്ടത്, ദൈവഹിതം അനുസരിച്ച് നീങ്ങേണ്ടത് എങ്ങനെയെന്നും ഈ മക്കൾക്ക് അങ്ങ് പറഞ്ഞു തരണമേ. യേശോയെ, തിരുവചനത്തിലൂടെ അങ്ങ് നൽകുന്ന സന്ദേശങ്ങൾ ഗ്രഹിക്കുവാനും അങ്ങയുടെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുവാനും അങ്ങനെ ധാരാളം കൃപകളും അനുഗ്രഹങ്ങളും നിറഞ്ഞ മക്കളായി വളരുവാനും ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. പരിശുദ്ധ അമ്മേ, അമ്മ എപ്പോഴും ഞങ്ങൾക്ക് താങ്ങും തണലും മധ്യസ്ഥയുമായിട്ട് കൂടെ ഉണ്ടാകണമേ. ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഈ തിരുവരങ്ങ് പഠിക്കുവാനായിട്ട് വന്നിരിക്കുന്ന ഞങ്ങളെല്ലാവരെയും പ്രത്യേകമായിട്ട് അങ്ങയുടെ തിരുകുമാരൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് ഞങ്ങൾക്ക് ആവശ്യമായ കൃപകളെല്ലാം വാങ്ങിത്തരണമേ. സ്വർഗത്തിലെ എല്ലാ വിശുദ്ധരെ, മാലാഖമാരെ ഈ സമയം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ യേശുപിതാവേ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൻ്റെ കാരണഭൂതരായ വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാം. നമുക്കെല്ലാവർക്കും ഒന്ന് സ്തുതിയല്ലേ പ്രാർത്ഥിക്കാം അല്ലേ? നമ്മുടെ കൂട്ടുകാരുടെ ഹൃദയത്തിൽ വസിക്കുന്ന ഈശോയെ കണ്ടുകൊണ്ട്, നമുക്ക് അവരെ സ്നേഹിച്ചുകൊണ്ട് നമുക്കൊന്ന് സ്തുതിയെല്ലാം, ഒന്ന് പരസ്പരം സ്തുതിയല്ലേ. നമുക്ക് ഇന്ന് പഠിക്കുന്ന ഭാഗം സിസ്റ്റർ നേരത്തെ പറഞ്ഞതുപോലെ സാമുവേൽ പ്രവാചകൻ്റെ പുസ്തകം, അതായത് 1-ാമത്തെ പുസ്തകം. സാമുവേൽ പ്രവാചകൻ്റെ പുസ്തകം 1-ാമത്തെ പുസ്തകം 15-ാം അധ്യായം. ഇന്ന് വീട്ടിൽ പോയി വായിക്കേണ്ടതല്ലേ? ഏത് പുസ്തകം എല്ലാവരും ഒന്ന് പറഞ്ഞേ. അതിനകത്ത് കാണുന്ന ഒരു ഹെഡിങ് നിങ്ങൾക്ക് കാണാം, സാവൂൾ കൽപ്പന ലംഘിക്കുന്നു. ദൈവത്തിൻ്റെ കൽപ്പന സാവൂൾ ലംഘിക്കുന്ന സംഭവമാണ് അവിടെ വിവരിക്കുന്നത്. സാവൂൾ രാജാവിനെ രാജാവാക്കി രാജ്യത്വത്തിലേക്ക് ഉയർത്തിയത് ദൈവമാണ്. ഈ ഇസ്രായേൽ ജനം യാത്ര ചെയ്ത് പോന്നപ്പോൾ അമലേക്യർ എന്ന് പറഞ്ഞൊരു കൂട്ടർ അവർക്ക് യാത്രയ്ക്ക് തടസ്സം സൃഷ്ടിച്ചു. ഇവരെ ഉപദ്രവിച്ചു, ഇവരെ കടത്തിവിടാതെ വന്നു. അപ്പം ഇവർ യാത്ര ചെയ്തപ്പോൾ ഇവരെ ഉപദ്രവിച്ചവരെയല്ല, അവരുടെ ആടുമാടുകളെയൊക്കെ സ്വന്തമാക്കുവാനായിട്ട് ഇസ്രായേൽ ജനത്തിനെ ദൈവം അവരുടെ അടുക്കിലേക്ക് വിടുക. അപ്പോൾ സാവൂൾ രാജാവിൻ്റെ കാലത്താണ് ഇത് ചെയ്യുന്നത്. സാവൂൾ രാജാവിനോട് ദൈവം പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യുക, നിൻ്റെ സൈന്യത്തെ എല്ലാം കൊണ്ട് അവരോട് യുദ്ധം ചെയ്യുക. എന്നിട്ട് അവിടുത്തെ ആടുമാടുകളും അവിടുത്തെ സമ്പത്തെല്ലാം നികൃഷ്ടമാണ്, അശുദ്ധമാണ്, അതൊന്നും നമുക്ക് വേണ്ട. ഇസ്രായേൽ ജനത്തിൻ്റെ സമ്പത്തെന്ന് പറയുന്നത് ദൈവമാണ്, ദൈവം മാത്രം മതി. ദൈവത്തോടു കൂടി അവർ യുദ്ധം ചെയ്തതും ജോഷുവ അമലേക്കിനെ തോൽപ്പിച്ചതും എല്ലാവർക്കറിയാം. ഇവർ ദിനം പ്രതി ദൈവത്തിൻ്റെ അനുഗ്രഹം കണ്ടുകൊണ്ടിരിക്കുന്നവരാണ്. അവരുടെ പിതാക്കന്മാരിലൂടെ, അതിൻ്റെ പിതാക്കന്മാരിലൂടെയൊക്കെ ദൈവം മരുഭൂമിയിലൂടെ എല്ലാം നയിച്ച അനുഭവങ്ങളെല്ലാം ധാരാളമായിട്ട് ഇവർക്കുണ്ട്. പ്രത്യേകം ആരും ഒന്ന് പഠിപ്പിക്കേണ്ട. അതാണ് ഇസ്രായേൽ ജനം, ദൈവത്തിൻ്റെ സ്വന്തം ജനം. ഈ ഇസ്രായേൽ ജനത്തോട് ദൈവം പറയുകയാണ്, നിങ്ങൾ അമലേക്കരുമായിട്ട് യുദ്ധം ചെയ്ത് അവിടുത്തെ മുഴുവൻ വസ്തുക്കളെ നശിപ്പിക്കുക, ആരെയും നിങ്ങൾ അടിമകളായിട്ട് കൊണ്ടുവരികയും വേണ്ട. അപ്പോൾ എല്ലാവരെയും കൊന്നേക്കുക, എല്ലാം നശിപ്പിച്ചേക്കുക, ഒന്നും എടുത്തുകൊണ്ട് പോരണ്ട. സാവൂൾ വേഗം തൻ്റെ സൈന്യത്തെ എല്ലാം കൂട്ടി നേരെ അമലേക്കരുടെ അടുക്കിലേക്ക് പോയി. കാരണം സാവൂളിന് ദൈവത്തോടു കൂടി യുദ്ധം ചെയ്ത് ഫിലിസ്തീയർ, അമ്മോന്യർ ഇവരെല്ലാം തോൽപ്പിച്ച ചരിത്രമുണ്ട്. അപ്പം ദൈവത്തോടു കൂടി യുദ്ധം ചെയ്യുമ്പോൾ എല്ലായിടത്തും വിജയിച്ച
ആ അനുഭവം സാവൂളിനുണ്ട്. സാവൂള് ഇവരെല്ലാം കൂട്ടിക്കൊണ്ട് പോയി യുദ്ധം ചെയ്ത് അവിടെ ചെന്നപ്പം നല്ല കൊഴുത്ത ആടുമാടുകൾ, മിടുമിടുക്കരായ ആളുകൾ, ഇതെല്ലാം കൂടെ കണ്ടപ്പോൾ സാവൂൾ ഓർത്തു, ഒരു കാര്യം ചെയ്യാം, ഇതിനെല്ലാം ജീവനോടെ ഇങ്ങോട്ട് കൊണ്ടുവരാം. എന്നിട്ട് നികൃഷ്ടമായതും ക്ഷീണിച്ചതും മെലിഞ്ഞിരിക്കുന്നതുമായ കാളകളെയും ആടുമാടുകളെയും കഴുതുകളെയും എല്ലാം അങ്ങ് ദൈവം പറഞ്ഞതുപോലെ അങ്ങോട്ട് നശിപ്പിച്ചേക്കാം, കൊന്നൊടുക്കിയേക്കാം. എന്നിട്ട് നല്ലതിനെയെല്ലാം എൻ്റെ രാജ്യത്തേക്ക് കൊണ്ടുവരാം, എനിക്കിഷ്ടം പോലെ സമ്പത്തുണ്ടാവുമല്ലോ, അതിനെല്ലാം എടുക്കുക. ഇപ്പം ആരറിയാനോ, വെറുതെ കൊന്നു കളയുന്ന എന്തിനാ? അതുപോലെ അവിടുത്തെ രാജാവിനെയും ബന്ധിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. കാരണം നമ്മൾ രാജാവിനെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഒരു വിജയം ലഭിച്ച മട്ട സാവൂളിന്. ഇതെല്ലാം കൊണ്ടുവച്ച് അവിടുത്തെ രാജാവിനെ ബന്ധിച്ച്, കൈകൾ ബന്ധിച്ച് കയറിട്ട് കെട്ടി രാജസന്നിധിയിൽ കൊണ്ടുവന്നു. ഇവിടെ വന്നപ്പോഴത്തേനും സാവൂളിനൊരു വലിയ ആഗ്രഹം, തന്നെ വിജയസ്തംഭം കാർമലിൽ സ്ഥാപിക്കണം. ഞാനാണ് ഈ ഭൂമുഖത്തിൻ്റെ നേതാവ്, രാജാവ്, എൻ്റെ വിജയസ്തംഭം അങ്ങ് സ്ഥാപിച്ചേക്കുക. കാർമലിൽ പോയി വിജയസ്തംഭം സ്ഥാപിക്കാനായിട്ട് പോയി. എന്നാൽ യുദ്ധം ചെയ്തു വന്ന് ഇതുവരെയും വന്നിരിക്കുന്ന രാജാക്കന്മാരെല്ലാം ആദ്യമേ പോയി ദൈവത്തിന് ബലിയർപ്പിക്കും. ദൈവം കൂടെ ഉള്ളത് കൊണ്ടാണല്ലോ എനിക്ക് ഈ വിജയം കിട്ടിയത്, ഞങ്ങളൊന്നും അല്ലല്ലോ എന്നോർത്തുകൊണ്ട് ഏത് യുദ്ധം കഴിഞ്ഞാലും ആദ്യം വന്ന് ദൈവത്തിന് ബലിയർപ്പിച്ച നന്ദി പറഞ്ഞ്, ദൈവമേ അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ സഹായകൻ എന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുക ചെയ്യുന്നത്. സാവൂൾ രാജാവ് അങ്ങനെയല്ല ചെയ്തത്. കാർമലിലേക്ക് പോയി എൻ്റെ വിജയസ്തംഭം സ്ഥാപിക്കാനായിട്ട് പോയി. ദൈവം വേഗം സാമുവൽ പ്രവാചകനെ സന്ദേശം കൊടുത്ത് അയച്ചു. നീ കണ്ടില്ലേ, അഭിഷേകം ചെയ്ത് ഉയർത്തിയ സാവൂൾ രാജാവ് എൻ്റെ കൽപ്പന ധിക്കരിക്കുന്നത് കണ്ടില്ലേ? വേഗം ചെന്ന് പറ, അവനെ ഞാൻ രാജസിംഹാസനത്തിൽ നിന്ന് മാറ്റിയിരിക്കുക, അവന് പകരം വേറെ ആളെ ഞാൻ രാജാവാക്കാൻ പോവുക. പ്രവാചകൻ ദൈവസന്നിധിയിൽ മുട്ടുകുത്തി കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുക, ദൈവമേ ക്ഷമിക്കണമേ, ഞങ്ങളുടെ രാജാവിനോട് ക്ഷമിക്കണമേ, രാജാവ് പ്രവർത്തിച്ച അപരാധങ്ങളെല്ലാം ക്ഷമിച്ച് മാപ്പാക്കണമേ. ഉടനെ ദൈവം ചോദിക്കുക, നീ എത്ര നാൾ ഇങ്ങനെ വിലപിക്കും? രാജാവിനെ ഓർത്ത് മാപ്പ് പറഞ്ഞ് എത്ര നാൾ നീ ഇങ്ങനെ വിലപിക്കും? രാജാവ് വീണ്ടും തന്നിഷ്ടം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക, എൻ്റെ കൽപ്പന ധിക്കരിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് ബലിയർപ്പിക്കുവാനോ എന്നെ മഹത്വപ്പെടുത്തുവാനോ ജനത്തെ അതിനുവേണ്ടി ഒരുക്കാനോ ഒന്നും സാവൂൾ രാജാവ് മനസ്സ് കാണിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ മടുത്തു. സാമുവൽ പ്രവാചകനെ ദൈവം സാവൂൾ രാജാവിൻ്റെ അടുക്കിലേക്ക് അയച്ചു. കൊട്ടാരത്തിലേക്ക് വന്നിട്ട് സാമുവൽ പ്രവാചകൻ ചോദിച്ചു, അല്ലയോ രാജാവേ, അങ്ങ് എന്താണ് ചെയ്യുന്നത്? ഞാൻ എന്താ ചെയ്തത്? ഞാൻ ദൈവകൽപ്പന അനുസരിച്ചു. പ്രവാചകൻ പറഞ്ഞു, അല്ല, നീ ദൈവകൽപ്പന ധിക്കരിച്ചിരിക്കുന്നു, ദൈവത്തെ നീ അനുസരിക്കുന്നില്ല. എന്ത്? ഞാൻ ദൈവകൽപ്പന അനുസരിച്ചിരിക്കുന്നു, ദൈവം പറഞ്ഞതെല്ലാം നിറവേറ്റിയിരിക്കുന്നു. പ്രവാചകൻ പതുക്കെ ചെവിയോർത്തു. രാജകൊട്ടാരത്തിൻ്റെ ചുറ്റും കാളകളുടെയും ആടുകളുടെ കരച്ചിലും കാളകളുടെ മുക്കറിയിടിയിലും എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ചോദിച്ചു, ഞാൻ എന്താണ് ഈ കേൾക്കുന്നത്? ഇവിടുന്നെല്ലാം സ്വരം കേൾക്കുന്നുണ്ടല്ലോ, രാജാവിന് വല്ലതും പറയാനുണ്ടോ? രാജാവ് പിടിക്കപ്പെട്ടില്ലേ? അത് പറഞ്ഞു, അതെ, ഏറ്റവും നല്ലതിനെയൊക്കെ ഞാനിങ്ങ് കൊണ്ടുവന്നു. എന്തിനാ? ദൈവത്തിന് ബലിയർപ്പിക്കാൻ, ദൈവത്തിന് കൊടുക്കാൻ, അല്ലാതെ എനിക്കിതൊന്നും വേണ്ട. ദൈവം പറഞ്ഞതുപോലെ നികൃഷ്ടവും നിന്ദ്യവുമായ എല്ലാത്തിനെയും ഞാൻ അവിടെ തന്നെ വെച്ച് കൊന്നൊടുക്കി. പക്ഷെ ഏറ്റവും നല്ലവനെയൊക്കെ ദൈവത്തിന് കൊടുത്തേക്കാം. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ, ഈ രാജാവ് കൊണ്ടുവന്ന ഈ ആടും കാളുകളൊക്കെ വേണോ ദൈവത്തിന്? നമ്മളൊക്കെ എപ്പോഴും ഇങ്ങനെയാണ്, എന്നാൽ ഞാൻ അല്പം അനീതി കാണിച്ച് കുറച്ചുണ്ടാക്കി അതിൻ്റെ ഒരു 10 പൈസ നേർച്ചയും കിട്ടേക്കാം, ദൈവത്തിന് കൊടുത്തേക്കാം. കൈക്കൂലി മേടിച്ചും കള്ളപ്പണം ഉണ്ടാക്കിയും ഒക്കെ ദൈവത്തിന് പള്ളി പണിയാനോ നേർച്ചയിടാനോ പെരുന്നാൾ കഴിക്കാനോ ഒക്കെ കൊടുത്തേക്കാം, തീർന്നല്ലോ. ബാക്കി ഒരു 5 ലക്ഷം എൻ്റെ പോക്കറ്റിൽ ഇട്ടേക്കാം എന്ന് പറഞ്ഞ പോലെയാ. നിങ്ങളൊക്കെ വളർന്ന് വലുതായി കഴിയുമ്പോൾ, വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരൊക്കെ ആയി കഴിയുമ്പോൾ പാവപ്പെട്ട ആളുകളെ പീഡിപ്പിക്കാവോ? പാവപ്പെട്ട ആളുകളുടെ കയ്യിൽ നിന്നും അന്യായമായിട്ട് അനീതിപരമായിട്ട് പൈസയൊക്കെ മേടിച്ച് എന്നാൽ ഇനി കുറച്ച് നേർച്ചയും കൂടെ അങ്ങോട്ടേക്കാം എന്ന് ചിന്തിക്കാവോ? ഇല്ല, ദൈവത്തിന് അത് ആവശ്യമില്ല. ദൈവത്തിന് നമ്മൾ കൊടുക്കുന്ന ഈ നേർച്ചയൊക്കെ ഇപ്പം സാവൂൾ രാജാവിനോട് പറഞ്ഞതുപോലെയാണ്, എനിക്ക് നിൻ്റെ മുട്ടാടുകളുടെ മേധസ്സൊന്നും വേണ്ട, എനിക്ക് നിൻ്റെ ബലികളൊന്നും വേണ്ട, അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമാണ്. 15-ാമത്തെ അധ്യായം 22-ാമത്തെ വചനത്തിലൂടെ ദൈവം സാവൂളിനോട് പറയുകയാണ്, സാവൂളെ നീ ശ്രദ്ധിക്കുക, അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമാണ്, മുട്ടാടുകളുടെ മേധസ്സിനേക്കാൾ ഉത്കൃഷ്ടമാണ്.
കണ്ടോ, നീ ഒന്ന് അനുസരിച്ചാൽ മതി, എനിക്ക് ബലിയൊന്നും വേണ്ട. അപ്പം സാമുവേൽ പ്രവാചകൻ സാവൂളിനോട് പറഞ്ഞു, നിന്നെ ദൈവം തിരസ്കരിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ കൽപ്പന നീ തിരസ്കരിച്ചതിനാൽ രാജത്വത്തിൽ നിന്ന് നിന്നെ ദൈവം തിരസ്കരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ സാവൂൾ രാജാവിനെ രാജത്വത്തിൽ നിന്ന് ദൈവം തിരസ്കരിച്ച് ആ സ്ഥാനത്ത് വേറെ രാജാവിനെ അഭിഷേകം ചെയ്യുകയാണ് ഈ സമയത്ത് നമുക്ക് ഈ 15-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. നിങ്ങൾക്ക് സാമുവേൽ പ്രവാചകൻ്റെ പുസ്തകം 1-ാമത്തെ പുസ്തകം 15-ാമത്തെ അധ്യായം വായിക്കാൻ ഒരാഗ്രഹമുണ്ടോ? ഇപ്പോൾ ഇന്ന് വീട്ടിൽ പോയി സിസ്റ്റർ ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം ആ അധ്യായത്തിലുണ്ടോ എന്നൊന്ന് പരിശോധിക്കാവോ? വീട്ടിലെ പപ്പായെയും മമ്മിയൊക്കെ ആ പുസ്തകം ഒന്ന് വായിച്ച് കേൾപ്പിക്കാവോ? അപ്പം ഇതിനകത്തൂടെ നമ്മൾ പഠിക്കേണ്ടത് ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുന്നതാണ് ഏറ്റവും ആദ്യത്തെ കാര്യം. നമുക്ക് ദൈവം 10 കൽപ്പനകൾ തന്നിട്ടില്ലേ? 10 കൽപ്പനകൾ അറിയാവോ? തിരുസഭയുടെ കൽപ്പനകളില്ലേ? അതൊക്കെ അനുസരിക്കുന്ന കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാനായിട്ട് പാടില്ല. സാമുവേൽ പ്രവാചകൻ്റെ 1-ാമത്തെ പുസ്തകം 15-ാമത്തെ അധ്യായത്തിൽ സാവൂള് കൽപ്പന ലംഘിക്കുന്ന കാര്യം വായിച്ച് അത് നന്നായിട്ട് പഠിച്ച് അതിനകത്തുനിന്ന് നിങ്ങൾ തന്നെ ഒരു ഡയലോഗൊക്കെ ഉണ്ടാക്കി അതൊരു സ്കിറ്റായിട്ട് കളിക്കാവോ? നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഡ്രസ്സൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം അല്ലേ? പ്രവാചകൻ്റെ ഡ്രസ്സും പിന്നെ വീട്ടിൽ നിന്ന് ചേച്ചിമാരുടെ ഷോളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, അതൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഈ സാവൂളിൻ്റെ കൽപ്പന ലംഘിക്കുന്ന കാര്യം നമുക്കൊരു സ്കിറ്റായിട്ട് കളിക്കാം. അത് കൂട്ടുകാർ കളിക്കുന്ന സ്കിറ്റ് നമുക്ക് ഈ സമയം ആസ്വദിക്കാം. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, എന്റെ ജനമായ ഇസ്രായേലിനെ ഭരിക്കുവാൻ സാവൂളിനെ രാജാവായി അഭിഷേകം ചെയ്തത് ഞാനാണ്. അതേ പ്രവാചക, ദൈവമായ കർത്താവാണ് എന്നെ രാജാവായി അഭിഷേകം ചെയ്തത്. കർത്താവ് എന്നിൽ നിന്നും എന്താണ് ആവശ്യപ്പെടുന്നത്? ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് പോരുമ്പോൾ ഒരു കൂട്ടം ജനം അവരെ എതിർത്തു. ശരിയാണ്, അത് അമലേഖ്യരാണ്. നീ പോയി ആ അമലേഖ്യരെ എല്ലാവരെയും വധിക്കുക, ഒന്നും അവശേഷിക്കരുത്. അവരുടെ ആടുമാടുകൾ, ഒട്ടകം, കഴുത എന്നിങ്ങനെ അവരുടെ സർവ്വസമ്പത്തും ദുഷിച്ചതാണ്, എല്ലാം നശിപ്പിക്കുക. ദൈവമായ കർത്താവിന് മഹത്വം. അവിടുത്തെ കൽപ്പന ഉടൻ അനുസരിച്ചു കൊള്ളാം. നീ കർത്താവിനെ അനുസരിച്ചാൽ അവിടുന്ന് നിന്നെ സമർത്ഥമായി അനുഗ്രഹിക്കും. ആരുടെ? അടിയൻ മഹാരാജൻ. ഉടൻ തന്നെ അമലേഖ്യരുമായി യുദ്ധത്തിന് പുറപ്പെടുക. ഇസ്രായേൽ ജനത്തിൽ നിന്ന് 2,00,000 കാലാൾപ്പടയും യൂദയ ഗോത്രത്തിൽ നിന്ന് 10,000 പേരും ഉടൻ തന്നെ യുദ്ധത്തിന് പുറപ്പെടട്ടെ. ശരി മഹാരാജൻ. ഇസ്രായേൽ ഈജിപ്തിൽ നിന്ന് പോന്നപ്പോൾ അവരോട് കാരുണ്യം കാണിച്ച കേന്യരെ നിങ്ങൾ നശിപ്പിക്കരുത്. ആയതിനാൽ കേന്യരോട് അമലേഖരുടെ ഇടയിൽ നിന്നും മാറി താമസിക്കാൻ പറയുക. ശരി മഹാരാജൻ. മഹാരാജാവ് നീണാൾ വാഴട്ടെ. ആ സൈന്യാധിപൻ. മഹാരാജൻ, അങ്ങയുടെ കൽപ്പന പ്രകാരം അമലേഖ്യരുടെ രാജാവായ അഗാഗിനെ ഞാൻ ജീവനോടെ പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അങ്ങയുടെ പ്രത്യേക കൽപ്പന പ്രകാരം തടിച്ചു കൊടുത്ത മൃഗങ്ങളെയും ആടുമാടുകളെയും കുഞ്ഞാടുകളെയും ഞാൻ ജീവനോടെ പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. നിത്യവും നിസാരവുമായ എല്ലാത്തിനെയും ഞാൻ നശിപ്പിച്ചു കളഞ്ഞു. ശരി, നല്ല കാര്യം. ഇപ്പോൾ നമുക്ക് ധാരാളം സമ്പത്ത് ലഭിച്ചിരിക്കുന്നു. ഇന്നു മുതൽ ഇസ്രായേൽക്കാർ ധനികരായിരിക്കും. മഹാരാജൻ, ഇനി ആർക്കും നമ്മെ കീഴ്പ്പെടുത്താൻ സാധിക്കുകയില്ല. ആരുടെ? അടിയൻ മഹാരാജൻ. ഈ വിജയത്തിന്റെ സ്മരണയ്ക്കായി കാർമലിൽ എന്റെ തന്നെ വിജയസ്തംഭം സ്ഥാപിക്കുവാൻ ഞാൻ കൽപ്പിക്കുന്നു. അങ്ങനെ തന്നെയാ മഹാരാജൻ. സൗൾ, നീ കർത്താവിനെ ധിക്കരിച്ചിരിക്കുന്നു. ദൈവ
ദൈവത്തിന്റെ കോപം നിന്റെ മേൽ ആഞ്ഞടിച്ചിരിക്കുന്നു. ഞാൻ കർത്താവിന്റെ കൽപ്പന നിറവേറ്റിയിരിക്കുന്നു. എന്റെ കാതുകളിൽ മുഴങ്ങുന്ന കാളകളുടെ നിലവിളിയും ആടുകളുടെ മുക്രയും എന്താണ് അർത്ഥമാക്കുന്നത്? ജനം അമലേഖ്യരിൽ നിന്നും പിടിച്ചെടുത്തവയാണ് അവയെല്ലാം. നിന്റെ ദൈവമായ കർത്താവിന് ബലിയർപ്പിക്കുവാൻ നല്ലതിനെ ശേഖരിച്ചു, മോശമായവയെല്ലാം നശിപ്പിച്ചു. നിർത്തു! കർത്താവ് കഴിഞ്ഞ രാത്രി എന്നോട് പറഞ്ഞത് എന്തെന്ന് നിനക്കറിയുമോ? എന്താണ് പറഞ്ഞത്? സാവൂലിനെ ഇസ്രായേലിന്റെ രാജാവാക്കിയത് ഞാനല്ലേ? അമലേഖ്യരുടെ സർവ്വസമ്പത്തും നശിപ്പിച്ചു കളയാൻ കൽപ്പിച്ചതും ഞാനല്ലേ? കവച വസ്തുക്കളിൽ ചാടി വീണ് സാവൂൾ എന്റെ കൽപ്പന ലംഘിച്ചിരിക്കുന്നു. കൊള്ള വസ്തുക്കളിൽ നല്ലത് ശേഖരിച്ചത് നിന്റെ ദൈവമായ കർത്താവിന് ബലിയർപ്പിക്കുവാനാണ്. സാവൂൾ, കർത്താവ് ചോദിക്കുന്നു, തന്റെ കൽപ്പന അനുസരിക്കുന്നതോ ദഹന ബലികളും മറ്റ് ബലികളും അർപ്പിക്കുന്നതോ ഏതാണ് കർത്താവിന് പ്രീതികരം? കർത്താവ് വീണ്ടും പറയുന്നു, അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠം, മുട്ടാടുകളുടെ മേധസ്സിനേക്കാൾ ഉത്കൃഷ്ടം. ഞാൻ കർത്താവിന്റെ കൽപ്പന നിരസിച്ച് പാപം ചെയ്തു പോയി. നീ കർത്താവിന്റെ വചനം തിരസ്കരിച്ചതിനാൽ അവിടുന്ന് രാജ്യത്വത്തിൽ നിന്ന് നിന്നെയും തിരസ്കരിച്ചിരിക്കുന്നു. ജനത്തെ ഭയന്ന് അവർ പറഞ്ഞത് ഞാൻ അനുസരിച്ചു. കർത്താവിന്റെ കൽപ്പന ഞാൻ തിരസ്കരിച്ചു. കർത്താവിനെ ആരാധിച്ച് മാപ്പ് യാചിക്കാൻ അങ്ങ് എന്നോടൊപ്പം വരണം. ഇല്ല, ഞാൻ നിന്നോടൊപ്പം വരില്ല. പോകരുതേ, അങ്ങ് എന്നോടൊപ്പം വരണം. കർത്താവ് ഇസ്രായേലിന്റെ രാജ്യത്വം നിന്നിൽ നിന്ന് വേർപെടുത്തി ഉത്തമനായ നിന്റെ അയൽക്കാരന് കൊടുത്തിരിക്കുന്നു. ഇസ്രായേലിന്റെ മഹത്വമായവൻ കള്ളം പറയുകയോ അണുതപിക്കുകയോ ഇല്ല. അണുതപിക്കുവാൻ അവിടുന്ന് മനുഷ്യനല്ലല്ലോ. ഞാൻ കർത്താവിനെതിരെ പാപം ചെയ്തു പോയി. സൗലിനെ ഇസ്രായേലിന്റെ രാജാവാക്കിയതിൽ കർത്താവ് ഖേദിക്കുന്നു. കൂട്ടുകാരി കളിച്ച സ്കിറ്റ് എല്ലാവർക്കും ഇഷ്ടമായോ? ഉണ്ടോ? സാവൂള് കൽപ്പന ലംഘിച്ചപ്പോൾ സാമുവൽ പ്രവാചകനെ സാവൂളിൻ്റെ അടുക്കിലേക്ക് ദൈവം അയച്ചു അല്ലേ? ഇതുപോലെ നമ്മളും ചിലപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പനകൾ, നമുക്കും 10 കൽപ്പനകളൊക്കെ തന്നിട്ടുണ്ടല്ലേ, നമ്മൾ മറ്റ് കൽപ്പനകളൊക്കെ ഒന്നും അനുസരിക്കാതെ വരുമ്പോൾ, നമ്മുടെ മാതാപിതാക്കന്മാരെ അനുസരിക്കാതെ വരുമ്പോൾ, ഞാനും ഒരു ടീച്ചറാണ്, കുട്ടികൾ ധിക്കാരമൊക്കെ കാണിക്കുമ്പോൾ വഴിതെറ്റി നടക്കുമ്പോഴൊക്കെ മാതാപിതാക്കന്മാരെ വിളിക്കും. അങ്ങനെ ചില സമയത്ത് നിങ്ങൾക്കും ചില തിരുത്തലുകൾ നിങ്ങളുടെ മാതാപിതാക്കന്മാർ തരും അല്ലേ? ആ സമയത്ത് നമ്മൾ സാവൂളിനെ പോലെ അതിനെ ധിക്കരിക്കണോ, അതല്ലെങ്കിൽ അവർ തരുന്ന കാര്യങ്ങൾ പറയുന്നത് കേട്ട് നമ്മൾ അനുസരിക്കണോ, അതോ അതിനെ ധിക്കരിക്കണോ? ഏതാ നല്ലത്? അനുസരിക്കണം. ചില തിരുത്തലുകൾ നമുക്ക് തരും. ചിലപ്പോൾ നമ്മുടെ മാതാപിതാക്കന്മാരായിരിക്കും തരുന്നത്, ചിലപ്പോൾ നമ്മുടെ അധ്യാപകരായിരിക്കും തരുന്നത്, ചിലപ്പോഴൊക്കെ നമ്മുടെ ബന്ധുക്കൾ, നമുക്ക് വേണ്ടപ്പെട്ടവർ, നമ്മുടെ കൂട്ടുകാർ തന്നെ തരും. എടി മോളെ, നീ ആ കാണിച്ചത് ശരിയല്ല, എടാ മോനെ നീ അങ്ങനെ കാണിക്കുന്നത് ശരിയല്ല. ചിലപ്പോൾ നമുക്ക് ഈ മൊബൈലിലൂടെയൊക്കെ ചില ചിത്രങ്ങളോ ചീത്ത പടങ്ങളോ ഒക്കെ കാണാനായിട്ട് തരും കൂട്ടുകാർ. ഇന്നത്തെ ലോകം മുഴുവൻ നമുക്ക് ചുറ്റും നമ്മളെ നന്നാക്കുന്ന കാര്യങ്ങളല്ല ഉള്ളത്, ചീത്തയാക്കുന്ന കാര്യങ്ങളാണ്. മറ്റ് ചില ചിത്രങ്ങൾ തരും. ഇപ്പോൾ കൂടുതൽ ഗെയിംസ് അങ്ങനെയൊക്കെ കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടും, നമ്മുടെ കൂട്ടുകാർ കൊണ്ടുതരും. ഞാൻ ഒരു പ്രാവശ്യം ഒരു കൊച്ചിനെ ഒരു കാര്യത്തിന് പിടിച്ചു. മറ്റൊന്നുമല്ല, അവന് ഒരു മൊബൈലിൽ ഒരു വീഡിയോ കണ്ടു. ഞാൻ ചോദിച്ചത് ആരാ? പെയിൻറ്റിങ് ചെയ്തുകൊണ്ടിരുന്ന ചേട്ടൻ അതവിടെ വെച്ചപ്പോൾ അതെടുത്ത് കണ്ടതാണ്. എന്നിട്ട് ആ കാര്യങ്ങൾ വന്ന് കൂട്ടുകാരോടെല്ലാം പറഞ്ഞു. അങ്ങനെ ദൈവത്തിൻ്റെ കൃപയുണ്ടായിരുന്ന ഒരു കുട്ടി വന്ന് എന്നോട് പറഞ്ഞു, ടീച്ചറെ ഇന്ന കുട്ടി ചീത്ത കാര്യങ്ങളെല്ലാം പറയുകയെന്ന്. അങ്ങനെ ചോദിച്ച് വന്നപ്പോഴാണ് ഇതെല്ലാം പിടിച്ചത്. അപ്പോൾ ഇതുപോലെ ഞാൻ അവനെ കറക്റ്റ് ചെയ്തു. അവനെ തിരുത്തി കൊടുത്തു കഴിഞ്ഞപ്പോൾ അവൻ പറയാം, ടീച്ചറെ എനിക്ക് അറിയില്ലായിരുന്നു, ഇനി ഒരിക്കലും ഞാനങ്ങനെ ചെയ്യത്തില്ല, ഇനി ഞാൻ ഒരിക്കലും ചീത്ത കാര്യങ്ങൾ കുട്ടികളോട് പറയല. കണ്ടോ, അവിടെ ദൈവത്തിൻ്റെ കൃപ കിട്ടി. വീണ്ടും ആ കൊച്ചു പഠിക്കാൻ പോകുമ്പം നന്നായിട്ട് പഠിക്കാനായിട്ട് സാധിക്കും.
അതേസമയം തെറ്റിനകത്ത് മുഴുകിയിരുന്ന് പഠിക്കുമ്പോൾ നമുക്ക് പഠിക്കാൻ പറ്റുകയില്ല, നമുക്ക് ശ്രദ്ധ കിട്ടുകയില്ല, കോൺസെൻട്രേഷൻ നശിക്കും, പഠിക്കുന്ന ഒന്നും തലയിലേക്ക് കയറുകയില്ല. അപ്പോൾ നിങ്ങൾ കുട്ടികളായ നിങ്ങൾ ബൈബിൾ വായിച്ചിട്ട് പോക്കെ, ഈ സാമുവേൽ പ്രവാചകൻ്റെ പുസ്തകം 15-ാം അധ്യായം ഒന്ന് വായിച്ചിട്ട് പോക്കെ. എന്നിട്ട് പഠിക്കാവുന്നതിന് മുമ്പ് ദൈവമേ, അങ്ങയുടെ കൽപ്പന ലംഘിച്ച സാവൂളിനെ ദൈവം സിംഹാസനത്തിൽ നിന്ന് ഒഴിവാക്കി. കർത്താവെ, അങ്ങയുടെ കൽപ്പന അനുസരിച്ചുകൊണ്ട് പഠിക്കാൻ വേണ്ട കൃപ തരണമേ. ഒന്ന് പ്രാർത്ഥിച്ചിട്ടൊന്ന് പഠിച്ചു നോക്കിയേ. നിങ്ങളെല്ലാം ധാരാളം മത്സരങ്ങൾക്ക് പോകുന്നവരാണ്. ഇവിടെ തിലകം ഇരിപ്പുണ്ട്, പ്രതിഭ ഇരിപ്പുണ്ട്. നിങ്ങൾ ഇനി മത്സരിക്കാനൊക്കെ പോകുമ്പോൾ ഏതെങ്കിലും തെറ്റ് ചെയ്താൽ ദൈവമേ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഒരു മനസ്താപ്രകരണം ചെല്ലുകയെ പറ്റുമെങ്കിൽ ഒന്ന് കുമ്പസാരിച്ച് ഓക്കെ. അതുപോലെ പരീക്ഷ എഴുതാനായിട്ട് പോകുമ്പോൾ ഒന്ന് കുമ്പസാരിച്ച് പശ്ചാത്തപിച്ച് പരീക്ഷ എഴുതാൻ പോകെ ദൈവം ധാരാളം കൃപ തരുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. എന്തെങ്കിലുമൊക്കെ തെറ്റ് വന്നാൽ അത് ദൈവത്തോട് മാപ്പ് ചോദിക്കുക. അപ്പം ഇന്നത്തെ വചനം നമ്മൾ പഠിക്കേണ്ടത് 15-ാമത്തെ അധ്യായം 22-ാമത്തെ വചനമാണ്. ടീച്ചർ പറഞ്ഞു തരാം, നിങ്ങൾക്ക് എല്ലാവർക്കും ഉറക്കെ ഒന്ന് പറയാവോ? ആ വചനം കാണാതെ പഠിക്കണം, എപ്പോഴും ഹൃദയത്തിൽ എഴുതി വെക്കണം. അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമാണ് എന്ന് പറഞ്ഞേ. ദൈവം നമ്മളോട് പറയുക, മക്കളെ അനുസരിക്കുന്ന മക്കളെയാണ് എനിക്കിഷ്ടം. നിങ്ങൾ ഒരുപാട് ബലി അർപ്പിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ സൗൾ രാജാവിനോട് ദൈവം പറഞ്ഞത് അതാണ്, അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമാണ്. മുട്ടാടുകളുടെ മേധസ്സിനേക്കാൾ ഉത്കൃഷ്ടമാണ്. ഈ 15-ാമത്തെ അധ്യായം 22-ാമത്തെ വാക്യം നമുക്ക് കാണാതെ പഠിക്കാം. ഇന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, ദൈവമേ ഞങ്ങൾ അനുസരിക്കാൻ കടപ്പെട്ട എല്ലാവരെയും അനുസരിക്കാൻ വേണ്ട കൃപ തരണമേ. നമുക്ക് ഒന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും കൈകൾ കൂപ്പി ഒന്ന് പ്രാർത്ഥിക്കുക. ഈ കൃപ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അനുസരിക്കാൻ വേണ്ട കൃപ, തെറ്റിൻ്റെ വഴിയിൽ നിന്ന് മാറി നടക്കാൻ വേണ്ട കൃപ കിട്ടാൻ വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, അങ്ങേ മാത്രം ദൈവമായിട്ട് ആരാധിക്കുവാനും അങ്ങേ അനുസരിക്കാനും അങ്ങ് ഞങ്ങൾക്ക് ഈ ലോകത്തിൽ മാതൃകയായിട്ട് തന്നിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കന്മാരെയും ഞങ്ങളുടെ നല്ല അധ്യാപകരെയും അനുസരിക്കുവാൻ വേണ്ട കൃപ അങ്ങ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. ദൈവമേ, അങ്ങ് സൗൾ രാജാവിനോട് പറഞ്ഞതുപോലെ അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമാണ്, മുട്ടാടുകളുടെ മേധസ്സിനേക്കാൾ ഉത്കൃഷ്ടമാണ്. എൻ്റെ നല്ല ഈശോയെ, അങ്ങ് ഞങ്ങൾക്ക് പുതിയ നിയമത്തിലൂടെയും പഴയ നിയമത്തിലൂടെയും തിരുസഭയിലൂടെയും തെറ്റിൻ്റെ വഴിയിൽ നിന്ന് മാറി ദൈവത്തിൻ്റെ വഴിയിലൂടെ നടന്നു പോകുവാനായിട്ട് അങ്ങ് ഞങ്ങൾക്ക് ധാരാളം നിയമങ്ങളും കൽപ്പനകളും നൽകിയിട്ടുണ്ട്. അതനുസരിച്ച് അങ്ങയുടെ മാർഗത്തിലൂടെ ചരിച്ച് അങ്ങയിൽ എത്തിച്ചേരുവാൻ വേണ്ട കൃപ അങ്ങയുടെ മക്കളായ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. അങ്ങയെ അനുസരിക്കുവാനായിട്ടും ഞങ്ങളുടെ മാതാപിതാക്കന്മാരെ അനുസരിക്കുമ്പോൾ അനുഗ്രഹം ലഭിക്കുന്ന ഒരനുഭവം ദൈവമേ അങ്ങ് ഈ മക്കൾക്ക് നൽകണമേ. ഈ സമയം ടീച്ചറെ ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഏറ്റുചൊല്ലാം. നല്ല ദൈവമേ, അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമാണ്, മുട്ടാടുകളുടെ മേധസ്സിനേക്കാൾ ഉത്കൃഷ്ടമാണ് എന്ന സത്യം ഞങ്ങളെ പഠിപ്പിച്ച ദൈവമേ, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഈശോയെ അനുസരിച്ച് അനുഗ്രഹം നേടാൻ ഞങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണമേ. അങ്ങയുടെ വഴിയിലൂടെ മാത്രം നടന്ന് അങ്ങേക്ക് ഇഷ്ടപ്പെട്ട മക്കളായി ഞങ്ങളെ വളർത്തണമേ. ജ്ഞാനത്തിലും പ്രായത്തിലും വളർന്നു വന്ന ഈശോയെ, ഞങ്ങളുടെ ഈ ബാല്യകാലത്ത് അങ്ങയെ അനുസരിക്കുവാൻ ആവശ്യമായ പരിശുദ്ധാത്മാവിൻ്റെ വരദാന ഫലങ്ങൾ നൽകണമേ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. നമുക്ക് ഇന്ന് വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും സ്തുതിയല്ല അല്ലേ? ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ, ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഒന്ന് പരസ്പരം സ്തുതിയല്ലിക്കേ.
നമുക്ക് വീട്ടിലേക്ക് പോകാം അല്ലേ?